ഒക്ടോബർ 2-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മലബാറിലെ 4 ജില്ലകളിൽ പ്രചരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് പ്രചരണം ഇന്ന് അവസാനിക്കുന്നത്. ഇടത് വലതു മുന്നണികളിലെ പ്രമുഖർ പ്രചരണത്തിനെത്തിയ മലബാറിൽ പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം ബീഫും ഫാസിസവും ഒടുവിൽ ബാർക്കോഴ വിധിയും പ്രധാന പ്രചരണ വിഷയങ്ങളായിരുന്നു. പ്രാദേശിക വികസന അഴിമതി വിഷയങ്ങൾ പതിവ് പോലെ മലബാറിലും ചർച്ചയായിരുന്നു. എന്നാൽ എല്ലാറ്റിലും മേലെ ഫാസിസവും ബീഫും വെള്ളാപ്പള്ളിയും കയറി നിന്നു. ഒടുവിൽ ബാർക്കോഴ വിധിയും വന്നതോടെ പ്രചാരണത്തിന് കൊഴുപ്പുകൂടി. തെരഞ്ഞെടുപ്പ് റാലികളിലേക്ക് ജനമൊഴുകി. 40 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാൻ UDF കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ വിമത സ്ഥാനാർത്ഥികൾ ഇവിടെയും UDFന് കല്ലുകടിയായുണ്ട്. കോഴിക്കോട് പുതുതായി രൂപീകരിച്ച 5 മുനിസിപ്പാലിറ്റികളും വടകരയിലെ RMP ശക്തി കേന്ദ്രങ്ങളും തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായ കണ്ണൂർ പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിലാണ് LDF. കണ്ണൂരിൽ 9 ഡിവിഷനുകളിൽ UDFന് വിമതശല്യമുണ്ട്. കണ്ണൂർ ജില്ലയിൽ ആന്തൂർ ഉൾപ്പെടെ 24 വാർഡുകളിൽ ഇതിനകം LDF വിജയമുറപ്പിച്ചു കഴിഞ്ഞു. BJP ശക്തമായ സാന്നിധ്യമറിയിക്കാറുള്ള കാസർഗോഡ് പലയിടങ്ങളിലും ത്രികോണ മത്സരമാണ്. ബാർ അനുമതി വിഷയത്തിൽ മുസ്ലിം ലീഗ് ഭരണം വേണ്ടെന്ന് വെച്ച കാഞ്ഞങ്ങാട് നഗരസഭയിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. വയനാട് ജില്ലയിൽ കഴിഞ്ഞ തവണ UDF നേടിയ ഏകപക്ഷീയ വിജയം ഇത്തവണ ആവർത്തിക്കില്ലെന്നാണ് LDF അവകാശവാദം. AK ആന്റണി, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ തുടങ്ങി ഇടതു വലതു നേതാക്കന്മാർ പ്രചാരണത്തിന് കൊഴുപ്പുകൂട്ടാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മലബാറിലെത്തിയിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.